ഗായ്സ്, വെൽക്കം ടു സാൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 100K സംബന്ധിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് എത്തണം ഉദ്ദേശിച്ച ആ രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100K എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കായിരുന്നു. കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുമാണ്. അതിന് നല്ലൊരു പവറും കൂടിയുണ്ട്, നല്ല റെസിസ്റ്റൻസുമാണ്, നല്ലൊരു ഹൈപ്പും കൂടിയാണ്. ഈ ക്രിപ്റ്റോ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഇന്നൊരു മാർക്കറ്റ് കണ്ടീഷൻ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും എത്ര നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്, നമ്മൾ ഡൗണിനെ പ്രതീക്ഷിച്ചാൽ പോലും ഒരു മാർക്കറ്റ് ഡൗണ് കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു പേടി അല്ലെങ്കിൽ ഒരു ഭയം വരും. അതുപോലെ തന്നെ മാർക്കറ്റ് കൂടുമ്പോൾ നമ്മൾ എത്ര ഇതല്ലെങ്കിൽ പോലും, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രീഡിയും വരും. ഇത് നേരെ ഒരു സ്ഥലത്ത്. അതുകൊണ്ടാണ് ആ 100K സംബന്ധിച്ചിടത്തോളം ആ വീഡിയോൻ്റെ പ്രാധാന്യം വളരെയധികം കൂടുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് മാർക്കറ്റും എനിക്ക് തോന്നുന്നു ലോകത്തെ എല്ലായിടത്തും അങ്ങനെ, ഏത് ബിസിനസ് ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിൻ്റെ സെൻറ്റിമെൻറ്റ്സും അതിൻ്റെ രീതികളും പിന്നെ അതിൻ്റെ ഹിസ്റ്ററികളും നമ്മൾ അതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പുതിയ ആൾക്കാർ, ഒരു വലിയ സമൂഹം ചിന്തിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് ചെറുങ്ങനെ ഒന്ന് അതിന് വേർതിരിഞ്ഞ് ചിന്തിക്കണമെന്നും വേണ്ട. അങ്ങനെ ചിന്തിക്കുന്നതൊന്നും വിജയത്തിലെത്തുന്നില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു തേർഡ് ഡയമെൻഷനിൽ നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ 100K എന്ന് പറഞ്ഞ ഹൈപ്പും ആ സമയത്ത് ബിറ്റ് കോയിൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 70K 60K 80K പോലെയല്ല, 100K എത്തുമ്പോൾ ഡോജ് കയറുമ്പോൾ അല്ലെങ്കിൽ ഷിബ് കയറുന്ന സമയത്ത് എത്ര പുതിയ ആൾക്കാരാണ് ക്രിപ്റ്റോ മാർക്കറ്റ് അറിഞ്ഞത്. അതൊരു സ്വാഭാവികമായ ഒരു കാര്യം. ഈ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ ക്രിപ്റ്റോൻ്റെ ഹൈപ്പ് ഇങ്ങനെ മറ്റ് കോയിൻസ് അല്ലെങ്കിൽ ബിറ്റ് കോയിൻ്റെ ഹാൾവിങ്ങിന് ശേഷം ബിറ്റ് കോയിൻ കയറുന്നതനുസരിച്ച് മറ്റ് കോയിനുകൾക്ക് ആൾക്കാർ ഇൻട്രസ്റ്റ് വരികയും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്യുമ്പോൾ ക്രിപ്റ്റോൻ്റെ ഹൈപ്പിലാണ് ഇത് ഇങ്ങനെ പോകുന്നത്. അത് ഏത് മീം കോയിനും ചിലപ്പോൾ 100x പമ്പ് ചെയ്യാം. നമ്മൾ ഒരു ഫണ്ടമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാണ്ട് തന്നെ ചില കോയിൻസ് വളരെയധികം കയറാം. പല യൂട്യൂബ് സ്ട്രീമേഴ്സിന് അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സിനുള്ളവർക്കൊക്കെ ഒരു കോയിൻസ് ഇറക്കി അതിനെ ഹൈപ്പ് കയറ്റി ഡംപ് ചെയ്യിപ്പിക്കാനും പറ്റും. അങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു ബാർഗിങ് അല്ലെങ്കിൽ ഒരു ഗാംബ്ലിംഗ് പരിപാടിയിലേക്ക് വന്നവരല്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഫണ്ടമെൻ്റൽസും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും സിറ്റുവേഷൻഷിപ്പൊക്കെ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് 100K വരുന്ന സമയത്ത് ഈ 100K വന്നതിന് ശേഷം കുറേ നിങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വീക്ക് 5 പബ്ലിക് ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. വീക്ക് 5 ഉണ്ട്, വീക്ക് 6, വീക്ക് 7, വീക്ക് 8. ഈ വീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ പാരബോളിക് ഫേസ് തുടങ്ങിയില്ലേ, അതായത് ബുൾ മാർക്കറ്റിലേക്ക് വന്ന ഒരു ഫേസ് ഉണ്ട്. കഴിഞ്ഞ 6-7 മാസമായിട്ട് ബിറ്റ് കോയിൻ ഒരേ പാത്ത് വേ ആയിരുന്നു. അതായത് 69K 71K അല്ലെങ്കിൽ 60K 6 മാസം 60Kൻ്റെ അടുത്ത് തന്നെ. ഒരു മാസം 52K ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 6 മാസം ബിറ്റ് കോയിൻ 60Kൻ്റെ അടുത്ത് തന്നെ ക്ലോസ് ചെയ്ത്. അത് എപ്പോഴാണ് US ഇലക്ഷന് ട്രംപ് വിജയിച്ചതിന് ശേഷം ആ ഒരു വലിയൊരു ബുള്ളിഷ് അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അത് സംഭവിച്ചതിന് ശേഷം എന്ത് ചെയ്തു, പെട്ടെന്ന് മാർക്കറ്റ് ഒരു ഫേസിലേക്ക് പോയി. അതായത് 69 നിന്ന് ഒരു 99 അല്ലെങ്കിൽ 97Kയിലേക്ക് ഒറ്റയടിക്ക് പോയി തന്നെ കൂട്ടാം. നമ്മൾ അന്ന് 81 വൺ ഡേ ക്യാൻഡിലൊക്കെ കണ്ടതാണ്. അതായത് ഒരു ദിവസം തന്നെ ഒരു 9000ൻ്റെ ഗ്രോത്തൊക്കെ കണ്ടതാണ് BTCനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ 69 അല്ലെങ്കിൽ 79 99ലേക്ക് പോകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടാവുക 90-ന് ശേഷമായിരിക്കും. കാരണം അന്നേരമാണ് ഈ പറയുന്ന ഈ BTCൻ്റെ ഗ്രോത്ത് കണ്ടോ BTC 100K അടിക്കാൻ പോകുന്ന പല പത്രങ്ങളിൽ ന്യൂസ് വരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ 100K ബ്രേക്ക് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യപ്പെടുന്നു, കുറേ ആൾക്കാർ, നമ്മൾ ഈ കൊച്ചു കേരളം ഈ കാണുന്ന 1000-2000 ആൾക്കാർ നോക്കണ്ട, വേൾഡ് വൈഡ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ കുറേ ആൾക്കാർ മാർക്കറ്റിലേക്ക് വരികയും അവരെന്ത് ചെയ്യപ്പെടും. നിങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസം മനസ്സിലാക്കിയാൽ മതി. 2 ദിവസം പല മീം കോയിൻസുകളൊക്കെ വലിയ പമ്പ് ചെയ്യുന്നത് കാണാം. എങ്ങനെയാണ് ഈ പറയുന്ന ഈ BTC പമ്പ് ചെയ്തതിന് ശേഷം ആൾട്ട് കോയിൻ പമ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളോട് ഒരു പാത്ത് വേ പറഞ്ഞിരുന്നു. ഫസ്റ്റ് BTCയിലേക്ക്, പിന്നെ മേജർ ആൾട്ട്, പിന്നെ കുറച്ച് മൈനർ ആൾട്ട്, പിന്നെ മീം കോയിൻസ്. ഈ മീം കോയിൻസ് ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ, നീ ഒരു സെൻറ്റിമെൻറ്റ്സ് പ്രകാരം ചോദിച്ചു നോക്കിയാൽ ഒരു പുതിയ ആൾ എന്നോട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം തരാം, ബിറ്റ് കോയിൻ അല്ലേ അടിപൊളിയാണല്ലേ, തീരൊക്കെ അടിപൊളിയാണല്ലേ, പിന്നെ ഈ 1 രൂപയിൽ താഴെയുള്ള കോയിൻസ് അല്ലാതെ 1 കോടി റുപ്യൊക്കെ കിട്ടും എന്ന് പറയുന്നതൊക്കെ, ഈ ഷിബൊക്കെ ഒരു $10 വാങ്ങിയാൽ ചിലപ്പോൾ കോടിക്കണക്കിന് ഷിബൊക്കെ കിട്ടുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു $100 അപ്പോൾ ഒരു രൂപയായാൽ പിന്നെ നമുക്ക് 1 കോടി രൂപ കിട്ടുമല്ലോ. 1 കോടി ആവണ്ട, ഇപ്പം എൻ്റെ 100 കോടി ഷിബുണ്ട്, അതൊരു 1 പൈസ ആയപ്പോൾ അങ്ങനെയുള്ള തോട്ടിലാണ് പുതിയ ആൾക്കാർ വരിക. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യപ്പെടും, ഈ മീം കോയിൻസുകളിലേക്ക് മാത്രമേ ശ്രദ്ധ കൊടുക്കൂ. അങ്ങനെയാണ് മീം. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഹൈപ്പ് വളരെയധികം ഹൈപ്പ് വരുന്നു.
അതിനുശേഷം മാർക്കറ്റിലേക്ക് ഇത് വരുന്നു. മീം കോയിൻസും കൂടി പമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കോഷ്യസ് ആയിരിക്കണം. മീം കോയിൻസുകൾ പമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, കുറേ പുതിയ ആൾക്കാർ മാർക്കറ്റിലേക്ക് വന്നു. അല്ലെങ്കിൽ ബിറ്റ് കോയിന് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റുകൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? മീമിലേക്ക് 1% ഇട്ടിട്ട് അവിടുന്ന് പൈസ എടുക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മളതിന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്കിനി സംസാരിക്കാം. ഇത് ഞാൻ എന്ന് പറയുന്നത് ഭാവിയിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ വരും. ഇതെന്ന് പറയുന്നത് ഇന്ന് പലർക്കും ഒരു ഡൗട്ടായി. ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ, എന്താണ് ഈ കറക്ഷൻസ്, മുമ്പിലൊന്നും സംഭവം ഒന്നും അറിയാത്ത ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് ഡൗട്ടുണ്ട്, ഇനിയിപ്പോൾ ബിയർ മാർക്കറ്റിലേക്ക് വന്നോ, ഇനിയിപ്പോൾ നേരെ ഡൗണിലേക്ക് പോവോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് പറയാം, ഇതെല്ലാ സൈക്കിളിലും ഉണ്ടാകുന്നതാണ്. അതായത് ഒരിക്കലും ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, ഇപ്പോൾ നിങ്ങൾ ഈ 100K എത്തിയതിൻ്റെ ഇടയിലെ കഥകൾ ഞാൻ പറഞ്ഞില്ലേ, എത്ര സ്ട്രഗിൾ ചെയ്ത കഥ പറഞ്ഞു, അതുപോലെ ഇതേപോലെ കറക്ഷൻസ് ഉണ്ടാവും. ഇതേപോലെ കറക്ഷൻസ് എക്സ്ചേഞ്ചുകൾക്ക് വേണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, എത്രയോ പുതിയ ആൾക്കാർ വന്ന് എല്ലാ കോയിൻസിനും ഹൈ ലിവറേജ് ട്രേഡ് ഇട്ടിട്ട് എല്ലാവർക്കും പ്രോഫിറ്റ് വരികയാണെങ്കിൽ എക്സ്ചേഞ്ചിന് ഇത് വേണ്ടേ? ലിക്വിഡേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റേഴ്സ് വരും. ഈ മാർക്കറ്റ് കൂടുന്ന കണ്ടുകൊണ്ടിരുന്നാൽ ആരെങ്കിലും വലിയ റീറ്റെയിലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരില്ല. മീൻസ് വൻ കമ്പനികളും അല്ലെങ്കിൽ വലിയ എമൗണ്ടിന് ബൈ ചെയ്യുന്നവർ ഒന്ന് ഡൗട്ട് അടിക്കും. നമ്മളെപ്പോലത്തെ ഉള്ളവരാണ് ഫോമോ അടിച്ചിട്ട് പുതിയ മാർക്കറ്റിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള പുൾ ബാക്കുകൾ വരുമ്പോൾ ഈ പറയുന്ന ലോങ്ങുകൾ ഒരുപാട് ഫ്യൂച്ചർ ലോങ് ലിക്വിഡേറ്റ് ആക്കി, ഷോർട്ടിലെ ഒരുപാട് പേര് അതും ലിക്വിഡേറ്റ് ആക്കി, അങ്ങനെയുള്ളൊരു സെറ്റപ്പ് മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 100K നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ എന്താണ് ഫേസ് ചെയ്യേണ്ടത്, നമ്മളെ രീതികൾ എന്താണെന്നൊക്കെ ഞാൻ നിരന്തരമായിട്ട് പബ്ലിക് ഗ്രൂപ്പുകളിൽ വോയിസ് ഇടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ പോലും ചാർട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കാണാൻ കഴിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചാർട്ടും മറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പബ്ലിക് ഗ്രൂപ്പിലിട്ട് അതനുസരിച്ചുള്ള വോയിസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ജോയിൻ ചെയ്യുക. വേറെ പണിയും പൈസയും കാര്യമൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഒരു ടെലഗ്രാം ജസ്റ്റ് കയറ്റുക, പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ ആയ സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. എപ്പോഴാണ് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന പോലെ സ്ക്രോൾ ചെയ്യുക. പിന്നെ എൻ്റെ പേഴ്സണൽ വീഡിയോസ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇയർഫോൺ ഇട്ടിട്ടായിരിക്കണം. പക്ഷേ നിങ്ങൾ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റുകൾ എന്നും ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വീക്ക് 5 നമ്മൾ കഴിഞ്ഞു. അപ്പോൾ വീക്ക് 5 അതായത് ഈ ബുൾ മാർക്കറ്റിൻ്റെ ഫേസ് തുടങ്ങിയതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത 5ാമത്തെ വീക്ക് നമ്മൾ കണ്ടത് എന്താ? പല മീം കോയിൻസുകളും കയറുന്നു, പലരും ഫോമോ അടിക്കുന്നു, പെട്ടെന്ന് കുറേ ആൾക്കാർ മാർക്കറ്റിൽ വരുന്നു. വീക്ക് 6ലേക്ക് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടുന്നു? നമ്മൾ ബിറ്റ് കോയിന് ചിലപ്പോൾ നമുക്ക് 100K അല്ലെങ്കിൽ ഒരു $4000 കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല ആൾട്ട് കോയിനും കുറയുന്ന കാണുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BTC ഡോമിനൻസ് എന്ന് പറയുന്ന പരിപാടി. അതായത് BTC ഡോമിനൻസും നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഞാൻ നിങ്ങൾ അതിൻ്റെ ചാർട്ടൊക്കെ പബ്ലിക് ഗ്രൂപ്പിലിട്ടുണ്ട്. അതായത് BTC ഡോമിനൻസ് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ BTCയുടെ ചെറിയ ചേഞ്ചസിന് പോലും എന്ത് ചെയ്യപ്പെടും? ആൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചേഞ്ചസ് വരും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ സമയത്ത് BTC കുറച്ച് സമയം കുറയുമ്പോൾ തന്നെ ആൾട്ട് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ബ്ലീഡിങ് ആൾട്ടിനെ മാക്സിമം ഇവർക്ക് ഇപ്പോഴേ ബ്ലീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. പല ആൾട്ടും ഇനിയും ഗ്രോത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ബ്ലീഡ് ചെയ്യിപ്പിച്ച്, മാക്സിമം പേടിപ്പിച്ച്, മാക്സിമം വിപ്പിച്ച്, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ കഥ തന്നെ, ആദ്യമായിട്ട് വന്ന ഒരാൾ ഇപ്പോൾ ഈ സമയത്ത് അയാൾ പറയാമെന്ന് പറഞ്ഞാൽ, എടാ ഞാൻ ഇന്നലെ നീ പറഞ്ഞ പോലെ XRP നീയല്ല പറഞ്ഞ XRP കയറി, അപ്പോൾ ഞാനിത് ചെയ്ത് ഡോജ് കയറി, നീയല്ല പറഞ്ഞ ഡോജ് നല്ലോണം കയറി, ഞാൻ അതുകൊണ്ട് 0.45 എടുത്ത്, ഇപ്പോൾ നോക്ക് ഡോജ് 0.40 പക്ഷെ നമ്മൾ പബ്ലിക് ഗ്രൂപ്പിലുള്ളവർക്കറിയാം, നമ്മൾ ആ ഡോജ് എപ്പോൾ കയറിയത് 0.14 കയറിയ ഡോജ് 0.45 വരെ ഒറ്റ സ്ട്രെങ്ത്തിലാണ് ഓവർസോൾഡ് പരിപാടിയിലേക്ക് ഉള്ളത്. അപ്പോൾ ഓവർ ബൈയിങ് പരിപാടിക്കുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യണം? വീണ്ടും ഇൻട്രസ്റ്റിംഗ് ഫേസിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരെ ശ്രദ്ധ വരുത്തണമെങ്കിൽ പഴയ പല റെസിസ്റ്റൻസിലേക്കും സപ്പോർട്ടാക്കി അവിടെ നിന്ന് സ്റ്റേബിളാക്കി, ഇവിടെ ഓക്കെയാണ്, ഇവിടെ നല്ല ബൈയിങ് ഡിമാൻഡ് ഉണ്ടെന്ന് കാണിച്ച് ഈ ചാർട്ട് അനാലൈസ് ചെയ്ത് ബൈ ചെയ്യുന്നവരാണ് ഈ ഡോജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പഴയ റെസിസ്റ്റൻസ് ആയ ഏരിയയിലേക്ക് ഇപ്പോൾ നല്ല ബയേഴ്സ്, പ്രീമിയം ബയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ കുറച്ച് നല്ല പ്രീമിയം ബയേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള തോട്ടുകൾ വന്ന് അവരെ ഇൻട്രസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഇത് ഒരിക്കലും ഒറ്റയടിക്ക് കയറുന്ന പരിപാടിയല്ല എന്നുള്ള ചിന്തിക്കാം. രണ്ടാമത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറയുന്നത്, ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ചില ആൾക്കാർ തള്ളിമറിക്കുക, എൻ്റെ ഇത്ര BTC ഉണ്ട്, എൻ്റെ അത്ര BTC ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് മാങ്ങയാണ്, അവരെയൊന്നും നോക്കണ്ട. നമ്മൾ ഈ പറയുന്ന റിയലിസ്റ്റിക് പരിപാടിയിൽ അത്ര BTC ഉള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പക്ഷെ നമ്മളറിയാത്തവരുണ്ടാവും, എന്നാലും കുറവായിരിക്കും. ചിലർ തള്ളുന്നൊന്നും നോക്കണ്ട.
അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പാത്ത് വേ തന്നെ. എന്നോട് ഇപ്പോഴും ഇന്നലെയും മിന്നാന്ന് കുറേ ആൾക്കാർ പറഞ്ഞു, എന്തിനാണ് ബുൾ മാർക്കറ്റ് ഉറപ്പല്ലേ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എടുത്താലല്ലേ ജീവിതം ഉണ്ടാവും, അങ്ങനെയല്ലേ പൈസക്കാരാവും, അല്ലാണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഗോൾഡിന് ഒരു സ്റ്റേബിൾ ഇൻകം കിട്ടി, അല്ലെങ്കിൽ ഒരു 20K എന്ന് വാങ്ങിയ ഒരാൾ 50K അല്ലെങ്കിൽ 60K ഉള്ള ഏരിയയിൽ നിന്ന് ഈ ഗോൾഡ് വിറ്റുകൊണ്ട് അദ്ദേഹം ക്രിപ്റ്റോയിൽ റിസ്ക് എടുക്കട്ടെ. നിങ്ങൾ എന്തിനാ റിസ്ക് സപ്പോർട്ട് ചെയ്യാത്തത് ഞാൻ പറയാവുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. അതായത് ഈ പറയുന്ന നമ്മളിപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇമോഷൻസ്, നമ്മളെല്ലാ പാർട്ടും നോക്കണം. റിസ്ക് എടുക്കട്ടെ എന്ന് പറയുന്നത് പോലെയല്ല, നമ്മൾ എങ്ങനെ റിസ്ക് എടുക്കുന്നു അതുകൊണ്ടുണ്ടാകുന്ന നമ്മളെ മാനസിക സംഘർഷം എന്താണ്, അത് നമ്മളെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ല, ഒരു സുഹൃത്ത് 60K BTC വാങ്ങുകയും പിന്നീട് 30Kയിലെത്തി 16K കണ്ട് 30K എത്തുമ്പോൾ ഇല്ല എനിക്ക് ടെൻഷൻ താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഒഴിവാക്കി ഒരു ഇൻസ്റ്റാഗ്രാമിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഒരു കാരണം പറഞ്ഞല്ലേ. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോമൺ മാനാണ്, നമ്മൾ ചെറിയ ഇൻവെസ്റ്റേഴ്സാണ്. നമ്മളുടെ ഡെയിലിയിൽ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ ചിലവുകൾ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇത്തരം റീട്രേസുകൾ. ഇത്തരം റീട്രേസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ 6ാമത്തെ ആഴ്ചയാണ് ഇത്. 7, 8 ഈ 3 ആഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യപ്പെടണം, BTC ഡൗൺ ട്രെൻഡ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പബ്ലിക് ഗ്രൂപ്പിലൊക്കെ വിശദീകരിച്ചാണ്, 2013 8ാമത്തെ ആഴ്ച 71% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്ര വരെ കുറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അത്ര ഒരു ശതമാനം ഡൗൺ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. 2016 33%, 2021 6ാമത്തെ ആഴ്ച 16%, 8ാമത്തെ ആഴ്ച 8%, രണ്ടും കൂട്ടി ഒരു 20-25%. അപ്പോൾ നമ്മളൊരു മിനിമം ഒരു 15% to 20% റീട്രേസ് എക്സ്പെക്റ്റ് ചെയ്യണം. ഇപ്പോൾ കറൻ്റ്ലി 10% ആയത്. അപ്പോൾ ഇനിയും ഈ വരുന്ന 7, 8 ആഴ്ചകളിൽ വീണ്ടും കുറേ ആൾ വീണ്ടും ഓക്കെ ഇതാണ് ഡിപ്പ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാങ്ങിയവരെ വീണ്ടും ലോങ് ഇടിപ്പിക്കുന്നവരെയും കൂടി ഒന്ന് ലിക്വിഡേറ്റ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 6, 7, 8 നിങ്ങൾ ഫ്യൂച്ചർ ട്രേഡ് എന്ന് പറയുന്ന സാധനം തൊടയേ വേണ്ട. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ബുൾ മാർക്കറ്റാണ്. ബുൾ മാർക്കറ്റിൽ നിങ്ങൾ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ലിവറേജ് 3x മുകളിൽ ഇടേ വേണ്ട. കാരണം നിങ്ങൾക്കിത് വലിയ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ എന്തിനാണ് ഇത്ര നമ്മൾ ഗ്രീഡി ആവേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വലിയ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെറിയ ഈ വോളറ്റിലിറ്റികൾ നമ്മൾ ബാധിക്കാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഈ പറയുന്ന ദിവസങ്ങൾ ഇത് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്രാവശ്യത്തെ ഈ പറയുന്ന 3 ആഴ്ചത്തെ റീട്രേസ് ഇല്ലേ, ഇത് ഫസ്റ്റ് റീട്രേസ് ആണെങ്കിൽ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബുൾ മാർക്കറ്റിൽ സേഫസ്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഈ വരുന്ന 7, 8 ആയിരിക്കും. ഇത് ഫസ്റ്റ് റീട്രേസിലേക്കാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് എങ്കിൽ ഒന്ന് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ അടുത്ത ആഴ്ചയും കൂടി നമുക്ക് നോക്കണം. പിന്നീട് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോട് ഈ ബുൾ മാർക്കറ്റ് നമ്മൾ ഈ പറയുന്ന ജൂൺ, ജൂലൈ ആകുമ്പോഴത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന പീക്ക് എയിം വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കിട്ടുന്നതൊക്കെ നമുക്ക് റിസ്ക്കാണ്. അപ്പോൾ പിന്നീട് കിട്ടുന്ന ഈ പറയുന്ന റീട്രേസ് ഞാൻ പറയാൻ കാരണം 2016 നമുക്ക് ഒറ്റ റീട്രേസേ കിട്ടിയിട്ടുള്ളൂ. 16 12 ഏതാണ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ചിലപ്പോൾ ഇനി ഒരു നേരെ അപ്പിലേക്ക് പോയിട്ട് പിന്നീട് നമുക്ക് ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നതായിരിക്കും. രണ്ടാമത്തെ വിഷയം, ഇങ്ങനത്തെ ഡാർക്ക് ഡേയിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. നമുക്ക് 1 രൂപയാണെങ്കിൽ പോലും അല്ല 1 രൂപയല്ല, ഒരു ചെറിയ ശതമാനം ചില ആൾക്കാർക്ക് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റാണ്. അതൊന്നും വേണ്ട. നിങ്ങൾ ഈ എയിം ചെയ്യേണ്ടത് ഒറ്റ വിഷയമാണ്. ഈ ബുൾ മാർക്കറ്റിൽ ഞാൻ പൈസക്കാരനാവുന്നല്ല, ഞാൻ പലതും നേടുന്നല്ല, ഇനിയും അവസരങ്ങൾ വരും. ഈ ബുൾ മാർക്കറ്റിൽ ഞാൻ ചെറിയ ഒരു എമൗണ്ടെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കും. അത് ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും, ഈ പറയുന്ന ഡോജ് ആയാലും ഷിബ് ആയാലും, എനിക്കൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അത് ഞാനൊരു ശതമാനം പ്രോഫിറ്റ് ആക്കും. എന്നിട്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാർ എന്നോട് പറയാം 500x കിട്ടി, ബുക്ക് ചെയ്തിട്ടില്ല, ഇപ്പം 300x ലോസിൽ. ഞാൻ നിങ്ങളോട് പറയുന്നൊരു വിഷയമാണ്, 500x കിട്ടിയാൽ നിങ്ങൾ ബുക്ക് ചെയ്യണം. എത്ര മിനിമം ഒരു 40-60% ബുക്ക് ചെയ്യണം. പിന്നീട് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലല്ല. പിന്നെ നിങ്ങളിട്ട ബൈയിങ്ങിലേക്ക് ഏത് പോയിന്റിലേക്ക് നിങ്ങൾ എവിടെയാണോ വാങ്ങുന്നത് അവിടത്തേക്ക് വെച്ച് ചില ആൾക്കാർ പറയും എനിക്ക് ഇത്ര എയർ ഡ്രോപ്പ് കിട്ടി, ആ കോയിൻ ഇത്ര വരെ കയറി, പക്ഷെ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. എന്തിനാണ് ആ കോയിന് നിനക്ക് ചിലവായ എമൗണ്ട്, ഉദാഹരണത്തിന് 10 രൂപ കിട്ടിയ ഒരാൾക്ക് 30 രൂപ കിട്ടിയെങ്കിൽ 15 രൂപ ബുക്ക് ചെയ്ത് ബാക്കി 15 അവിടെ വെച്ചാൽ പോരെ. ആ 15 നാളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഹൈ ലെവലിൽ എത്തിയാലും നിങ്ങൾക്ക് ആ 15ൻ്റെ പ്രോഫിറ്റും കിട്ടൂലേ. അതുപോലും കിട്ടാത്ത എത്ര പേരുണ്ടാവും, അതുപോലും വാങ്ങാത്ത എത്ര പേരുണ്ടാവും. നമ്മൾ അങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പണ്ട് ഉദാഹരണത്തിന് BTC തന്നെ ഉദാഹരിക്കുക, 2010 അധികം ആൾക്കാരും ചിന്തിക്കുന്ന ഒരു തോട്ട് അതാണ്.
2011 ചില BTC ചെറിയ പൈസന് വിറ്റവരില്ലേ, അവരിപ്പം ആ ഖേദം കടിക്കൂല. അതുപോലെ നമുക്കും അങ്ങനെ ഖേദം വരൂലേ? അങ്ങനെ ഖേദം വരാതിരിക്കാനല്ലേ ഫുൾ വിൽക്കേണ്ട 60%. അത്ര ശതമാനം നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് ഈ കോയിൻ കയറുന്നുണ്ടെങ്കിൽ അതുപോലെ ജീവിതത്തിൽ. ഇനി അഥവാ റിവേഴ്സൽ സംഭവിച്ചാലോ? അപ്പോൾ എപ്പോഴും ഇത്തരം തോട്ടുകളും കൂടി ഈ പറയുന്ന ബുൾ മാർക്കറ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു ഫോമോ പീരീഡാണ്. ഇവിടെ നല്ല ലാഭം ഉണ്ടാക്കും, അതുപോലെ ലോകത്തിൽ വരുന്ന ഏറ്റവും വലിയ നഷ്ടവും ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. നിങ്ങളുടെ അപ്രോച്ചാണ്. പ്രത്യേകിച്ച് കുറേ ആൾക്കാർ എന്താണെന്ന് അറിയാണ്ട് മാർക്കറ്റിലേക്ക് വരുന്നവരുണ്ട്. അവരിങ്ങനെ എവിടുന്നല്ലോ പൈസ ഒപ്പിച്ച് സുമാർ ചെറിയ പൈസയുടെ കോയിൻസ് വാങ്ങുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ മീം കോയിനൊന്നും ഈ പറയുന്ന പോലെ 100x ബുൾ മാർക്കറ്റല്ല അങ്ങനെ കയറിപ്പോകുന്നൊന്നും വിചാരിക്കേണ്ട. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ പോലും ഹൈപ്പ് കിട്ടാത്ത പല മീം കോയിൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഗൈഡൻസ് ഇല്ലാണ്ട് സുമാർ കോയിൻസുകൾ ബൈ ചെയ്യരുത്. രണ്ടാമത് സുമാർ കോയിൻസിൽ ഫ്യൂച്ചർ ട്രേഡ് ഇടരുത്. നിങ്ങൾ നിങ്ങളൊരു ഫ്യൂച്ചർ ട്രേഡ് ഇടും, നിങ്ങൾ അപ്ഡേറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കണം. രണ്ടാമത്തെ വിഷയം, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഈ വിഷയം തന്നെ, നമ്മളെപ്പോഴും ഇത്തരം കറക്ഷൻ ഡേകൾ വരും. എന്തുകൊണ്ട്? ഇവിടെയാണ് നമ്മളെപ്പോലെ സാധാരണക്കാരെ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കി, ഇനി ഈ പറയുന്ന നമ്മളെ ഒഴിവാക്കി അവർ നമ്മളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ഉദാഹരണത്തിന് ഇന്ന് ഭയപ്പെട്ട് സെല്ല് ചെയ്ത ഒരാൾ തിരിച്ച് സന്തോഷിച്ച് ബൈ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ 100K എന്ന് പറയുമ്പോൾ ഉണ്ടായ അന്തരീക്ഷമുണ്ട്. ഒരു വലിയ പ്രതീക്ഷയുടെ, അല്ലെങ്കിൽ ഇത് 150K 250K എന്നുള്ള മെസ്സേജ് അയക്കുന്ന ആ അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾ നോക്കി നോക്കിയേ, ഇത് 80K, ഇത് 70K, ഇത് 60K, അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്ക് ഇവർ ഫ്ലഡ് ചെയ്യിപ്പിക്കും ന്യൂസുകൾ. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ വിഷയം തന്നെയാണ്. നിങ്ങൾ ഈ മാർക്കറ്റിൽ വരുന്നവരാണ്, പ്രത്യേകിച്ച് പുതിയ ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത് ഇതിൻ്റെ ബാക്ക് കൂടും. ഈ ബുൾ മാർക്കറ്റ് തീരുന്നവരെ ഞാൻ സജീവമായിട്ടുണ്ടാവും, ഞാൻ ന്യൂസുകൾ ശ്രദ്ധിക്കുമെന്ന് വാക്ക് തരിക. അല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോവുക, പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക, ആ എക്സ്ചേഞ്ചിൻ്റെ അപകടങ്ങൾ, അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ചിൻ്റെ കുറച്ച് ബാഡ് ന്യൂസുകൾ വന്ന് ആ കോയിൻ ഡീലിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാതിരിക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളെ കടമയാണെന്ത്, നിങ്ങൾ നിരന്തരം വാച്ച് ചെയ്യണം. അവിടെയാണ് നിങ്ങൾ ആ ഒരു സംഭവം. അതിന് വലിയ ടൈം, അതിന് വേണ്ടി വലിയ ലിസ്റ്റ് എഴുതലൊന്നുമല്ല. ഒരു ദിവസം ഒരു 5 മിനിറ്റ്, അതെന്തുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നില്ലേ, അതുപോലെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ശ്രദ്ധ കൊടുത്തൂടെ? അതൊരു ഇമ്പോർട്ടൻ്റ്. രണ്ടാമത് വിഷയം, വലിയ വലിയ എമൗണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും വാലറ്റ് ഉണ്ട്, പലതരം വാലറ്റുകളുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ, ഇപ്പം ഞാൻ ട്രസ്റ്റ് വാലറ്റിലാണ് എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ. എൻ്റെ ട്രസ്റ്റ് വാലറ്റിന് പ്രശ്നമാവും ഇങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ എക്സ്ചേഞ്ചിനെക്കാട്ടും വാലറ്റുകൾ, പേഴ്സണൽ വാലറ്റുകളുണ്ട്, മറ്റേ ഹാർഡ് വാലറ്റ്, അങ്ങനത്തെ പറയുന്ന വാലറ്റുകളിലേക്ക് വലിയ എമൗണ്ടൊക്കെ ഉള്ളവർ മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവരുടെ ബുൾ മാർക്കറ്റ് പീക്ക് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, വീണ്ടും എക്സ്ചേഞ്ചുകളിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യപ്പെടാം. പിന്നെയുള്ള കാര്യം, ഞാൻ നിങ്ങളോട് എപ്പം പറയുന്ന മാർക്കറ്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് USDT ആവശ്യമുണ്ടാവും. അത് ഡിമാൻഡ് കൂടുന്നുള്ളത് കൺഫേമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, മാർക്കറ്റ് കുറയുന്ന സമയത്ത് എങ്ങനെയാണ്, അവർക്കും അവരെ USDT കൊണ്ട് ബൈ ചെയ്താൽ മാർക്കറ്റ് കൂടുമ്പോൾ വിറ്റ് അയാൾക്കും പ്രോഫിറ്റ് കിട്ടൂലേ. അപ്പോൾ USDTക്ക് ഡിമാൻഡ് കൂടും, കാരണം എല്ലാവർക്കും വാങ്ങണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് P2P മാർക്കറ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ 91, 92, 93 എല്ലാം കാണുമ്പോൾ ഒരുത്തരുണ്ട് അവിടെ 86 നിലയിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും, ആ മോനെ പൊളി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പൈസ ഫണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള USDT വാങ്ങുന്നതിലും ശ്രദ്ധ കൊടുക്കണം. ഈ P2P ഒന്ന് ഒഴിവാക്കുക. ശരിയാണ്, വേറെ വഴികളില്ല എന്നല്ല, പക്ഷെ അവർ തരുന്ന ഫണ്ടുകൾ കുറേ, ഇന്നെടുക്ക് എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, ഫണ്ട് ബ്ലോക്ക് ആകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിനെ കൊണ്ട് നിൽക്കണം. അപ്പോൾ കുറച്ച് നോക്കുക. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും, ഇനിയും അവസരങ്ങളും കറക്ഷൻസ് വരും, എപ്പോഴും കറക്ഷൻ വരുന്ന ദിവസങ്ങളിലേക്ക് ഒരിക്കലും ഈ USDT വാങ്ങാൻ തയ്യാറാക്കുക. അല്ലാത്ത ഫോമോ സമയത്ത് റെഡിയായി നിൽക്കുക. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെറ്റപ്പ് എന്നുള്ളത്, ഇനിയും നിങ്ങൾക്ക് ഇതേപോലെ ദിവസം വരും, ഒന്നരെങ്കിലും നിങ്ങൾ അത് ചെയ്യുക. കാരണം കറക്ഷൻ സമയത്ത് ഭയങ്കര ഡിമാൻഡ് കൂടുമ്പോൾ പെറ്റിക്കപ്പെടലും കൂടും. അതും നോക്കുക. നമ്മളെ വഴി തന്നെ മാക്സിമം ആൾക്കാർ വാങ്ങുന്നുണ്ട്, നമ്മൾ ഡൗൺ കുറവായിരിക്കും, എന്നാൽ ഉള്ളത് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മെമ്പേഴ്സ് ആരെങ്കിലും സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾ ആക്റ്റീവായിട്ട് പബ്ലിക് റിവ്യൂവിൽ ഉണ്ടാവുക. ഇത്തരം ദിവസങ്ങൾ ശക്തമായി പിടിച്ചു നിൽക്കുക. രണ്ടാമത്, വലിയ വലിയ എമൗണ്ടിൽ ഇടുന്നവർ എന്ത് ചെയ്യുക, മറ്റ് പല സംഭവങ്ങൾ ഇട്ടിട്ട് വരരുത്. എന്ത് പറഞ്ഞാലും ഇൻവെസ്റ്റ്മെൻറ്റിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഞാൻ പറയുന്നതിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നലെ ഒരുത്തനായിട്ടും പറയുന്നുണ്ട്, ഇവൻ എന്താ പറയുന്നത്, അങ്ങനെ റിസ്ക് എല്ലാം എടുക്കണ്ടേ, അങ്ങനെയൊന്നല്ല. നമ്മൾ അതിൻ്റേതായ നമുക്ക് ഡെയിലി ഈ പറയുന്ന 6 മാസം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ ചില ആൾക്കാർ എന്ത് ചെയ്യുക, 10,000 രൂപ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക അവർ ചെയ്യുക, അവർ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അനാവശ്യ ചിലവുകൾ ചുരുക്കി 10,000 ചിലവുകളിലൂടെ 10,000 മുതലാക്കും. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതൊന്നല്ലേ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ അനാവശ്യ ചിലവുകൾ
നമ്മൾ അനാവശ്യ സ്വഭാവങ്ങൾ അതൊക്കെ ഈ ഒരു ബുൾ സൈക്കിളിലേക്കെങ്കിലും കുറച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണം സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പാക്ക് സിഗരറ്റ് ആണെങ്കിൽ അതൊരു എത്ര 20 ഒരു പാക്കിലെങ്കിൽ അതൊരു 5 ആക്കി കുറച്ച് കഴിഞ്ഞാൽ 15ൻ്റെ എമൗണ്ടെങ്കിലും അത് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ശീലങ്ങൾ കൊണ്ടുവരിക. ഈ ബുൾ മാർക്കറ്റിലെങ്കിലും പല ശീലങ്ങൾ ഒഴിവാക്കി അനാവശ്യ പൈസ കളയുന്നത് ഒഴിവാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യപ്പെട്ടു യൂസ്ഫുള്ളാക്കും. ഈ ഒരു ബുൾ സൈക്കിൾ വെറും കുറേ ഫോം അടിച്ച് പൈസ ഉണ്ടാക്കുന്നതിന് പകരം ഈ ബുൾ സൈക്കിൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റാനും, ഈ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനും, അതനുസരിച്ച് പുതിയൊരു ജീവിതം ഉണ്ടാക്കാനും നമുക്ക് ഉപയോഗിക്കപ്പെടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ബുൾ സൈക്കിൾ വന്ന് പല സാധനം വിറ്റ് അതിലേക്കിട്ട് പിന്നെ കുടുങ്ങി അങ്ങനത്തെ ഉള്ള പരിപാടിയല്ല വേണ്ടത് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. റെഡിയാക്കും. ഓക്കെ, ബൈ.